നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ നിരവധി മാറ്റങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ സംഭവിക്കുന്നത്. ഇളവുകൾക്ക് പിന്നാലെ സ്വദേശിവൽക്കരണം കടുപ്പിക്കാനും അധികാരികൾ മടിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിലൂടെ ഒട്ടനവധി പ്രവാസികളും ജോലി ലഭിക്കാതെ നാട്ടിലേക്ക് തിരികെ എത്തിയിരുന്നു. എന്നാൽ ഓർക്കുക, എന്തൊക്കെയാണെങ്കിലും എത്ര തന്നെ സ്വദേശികൾക്ക് പ്രാധാന്യം നൽകിയാലും പ്രവാസികൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇനി മുതൽ തലയെടുപ്പോടെ തന്നെ ജോലി ചെയ്യാം. അതായത് വിവിധ തൊഴിലുകളിൽ നിന്നും പിരിച്ചുവിട്ട തൊഴിലാളികളെ അതേ ജോലിയിലേക്ക് തിരിച്ചെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുവൈറ്റ്. എണ്ണ മേഖലയിലെ തൊഴിലാളികളെയാണ് നിലവിൽ കുവൈറ്റ് തിരിച്ചെടുക്കുന്നത് എങ്കിലും മറ്റുള്ള മേഖലയിലേക്കും ഇത് വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്നും സൂചനയുണ്ട്. ഇതിനായുള്ള നിർദ്ദേശം രാജ്യം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പിരിച്ചുവിടുന്നതിന് മുമ്പ് തന്നെ തൊഴിലാളി ചെയ്ത അതേ തൊഴിൽ ഗ്രേഡും ശമ്പളവും നൽകി തന്നെ ആയിരിക്കും തിരിച്ചെടുക്കുക. 1969 ഓയിൽ സെക്ടർ ലേബർ നിയമത്തിലെ നമ്പർ 28 ഒരു ഖണ്ഡിക ഉൾപ്പെടുത്തിക്കൊണ്ടാകും പുതിയ നിർദ്ദേശം ചേർക്കപ്പെടുക. പഴയ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിനു ശേഷം പുതിയ ജോലിയുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തവരെ തിരിച്ചെടുക്കുന്നതായിരിക്കും. പഴയ ജോലിയിലേക്ക് തിരിച്ചെടുക്കാൻ തൊഴിലാളി പിരിച്ചുവിട്ട് 5 വർഷത്തിൽ അധികമാകാൻ പാടില്ലെന്ന നിർദ്ദേശം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ എണ്ണ മേഖലയിൽ ചെയ്ത ജോലിയുടെ അവസാന 2 വർഷങ്ങളിൽ തൊഴിലാളി മോശം അല്ലെങ്കിൽ കുറഞ്ഞ പ്രകടനം കാഴ്ചവെച്ചാൽ തിരിച്ചെടുക്കില്ലെന്നും നിർദ്ദേശം അനുശാസിക്കുകയാണ്. അതേസമയം കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസ മാർച്ച് 20 മുതൽ അനുവദിച്ചു തുടങ്ങും. ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതുജന സമ്പർക്ക വിഭാഗം അറിയിച്ചതാണിത്. രാജ്യത്ത് സ്ഥിരതാമസമുള്ള വിദേശികൾക്ക് കുടുംബ സന്ദർശന വിസ ലഭിക്കാൻ വേണ്ട കുറഞ്ഞ ശമ്പളം 250 ദിനാറാണ്. ദീർഘനാളായി അവധിയെടുത്ത് നാട്ടിൽ പോകാൻ കഴിയാത്ത പ്രവാസികൾ സന്ദർശന വിസയിൽ കുടുംബത്തെ കൊണ്ടുവരാൻ അവസരം കാത്തിരിക്കുകയാണ്. നിലവിൽ കൊമേഴ്സ്യൽ ഫാമിലി സന്ദർശന വിസകൾ മന്ത്രിസഭയുടെയും കൊറോണ എമർജൻസി കമ്മിറ്റിയുടെയും പ്രത്യേക അനുമതിയോടെ മാത്രമാണ് അനുവദിക്കുന്നത്. വളരെ കുറച്ച് വിസ മാത്രമേ ഇത്തരത്തിൽ അനുവദിച്ചിട്ടുള്ളൂ. ഇതിലധികവും ആരോഗ്യ മേഖലയിലെയും തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായ ചില പ്രൊഫഷണലുകളിലെ ഉപദേശകരുമായിരുന്നു. ഇതുകൂടാതെ ഇപ്പോൾ രാജ്യത്ത് കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ഏറെക്കുറെ നീക്കിയിരിക്കുകയാണ്. പുതിയ കേസുകളും മരണനിരക്കും തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണവും TPR നിരക്കും കുറഞ്ഞു വരുന്നത് ആശ്വാസമാണ്. പ്രതിരോധ കുത്തിവയ്പിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചതിന്റെ നേട്ടമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുവൈറ്റ് സാധാരണ ജീവിതത്തിലേക്ക് അടുത്തു വരികയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.